ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോറി, ചെറിയൊരു ഗ്യാപ്പ് വന്നു, എൻ്റെ കൈ ഒന്ന് പൊള്ളിയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നൊരു കരിമീൻ ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കരിമീനാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി എല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി അരമണിക്കൂർ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മീൻ നന്നായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കുക, 1-ാം പാലും 2-ാം പാലും. ഇനി നമുക്ക് വേണ്ടത് 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 6 പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി. സവാള വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, ഇടത്തരം സവാളയാണെങ്കിൽ 2 എടുക്കാം. ഇനി പൊടികളായിട്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മാത്രം മതി. ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. പിന്നെ ഗാർണിഷ് ചെയ്യാൻ 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. സവാള അധികം ബ്രൗൺ നിറമാകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. ഇനി ഒരു 5-6 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ മഞ്ഞൾ പൊടി ചേർക്കില്ല, നമ്മൾ മീൻ വറുക്കാൻ നേരത്ത് ഉപയോഗിച്ച ആ മഞ്ഞൾ മാത്രം മതി. ഇനി നമുക്ക് ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 2-ാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തിള വന്ന് ചെറുതായി കുറുകി വരുമ്പോഴേക്കും ആദ്യത്തെ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 തരത്തിൽ നമുക്ക് സെർവ് ചെയ്യാം. ഒന്നുകിൽ മീൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതുപോലെ പാത്രത്തിൽ വെച്ച ശേഷം ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തക്കാളി കൊണ്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്